ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും സെപ്പറേറ്റ് വാൽവുകളാണുള്ളത്. അത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നോക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് CPVC ബോൾ വാൽവ് എന്ന് ആറിന് എഴുതിയിട്ടുണ്ട്. സുപ്രീമിൻ്റെ പിന്നെ UPVC ബോൾ വാൽവ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് പച്ചവെള്ളത്തിനും ചൂടുവെള്ളത്തിനും സെപ്പറേറ്റ് വാൽവുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ വരുന്ന സെക്ഷനിൽ പച്ചവെള്ളത്തിൻ്റെ വാൽവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉരുകി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഏരിയയിൽ നമ്മളൊരു പ്ലംബിങ്ങിൻ്റെ ഏരിയയിൽ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും ചൂടുവെള്ളം ഏതാ പച്ചവെള്ളം ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് നോക്കുക, ഇതിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ബോൾ വാൽവാണ് വന്നിരിക്കുന്നത്. ഇത് 1 ഇഞ്ചിൻ്റെ ബോൾ വാൽവ്, അതായത് നമ്മുടെ സാധാ പച്ചവെള്ളത്തിന് കോൾഡ് വാട്ടറിന് വെച്ച് കൊടുക്കുന്ന വാൽവാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഓൺ ഓഫ് പൊസിഷൻ്റെ, അതായത് വാൽവിൻ്റെ പൊസിഷനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വാൽവിൻ്റെ പൊസിഷൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മളത് ലിവർ പിടിച്ച് ഒടിച്ച് കളയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതായത് അത് കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിന് ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺ എന്ന് പറയുന്ന പൊസിഷൻ, ഓഫ് എന്ന പൊസിഷൻ. നമുക്ക് ഓൾറെഡി ഒരു വാൽവിന് സെയിം ക്രോസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും അടഞ്ഞിരിക്കുന്ന സിസ്റ്റമാണ്. അതല്ല, ആ വാൽവിൻ്റെ ലെവലിൽ തന്നെയാണ് അതിൻ്റെ വാൽവ് ഇരിക്കുന്നതെങ്കിൽ ഓപ്പൺ ആയിരിക്കും. ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മാത്രം മതി. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ക്രോസ് ചെയ്ത് വരുന്നതിന് അടഞ്ഞിരിക്കുന്ന സിസ്റ്റം, അതല്ല ഓപ്പൺ ആയിട്ട് ഇങ്ങനെ അതേ ലെവലിൽ ഇരിക്കുന്നതിന് പോകുന്ന അതേ ലെവലിൽ തന്നെ പൈപ്പ് ലൈൻ പോകുന്ന അതേ ലെവലിൽ തന്നെ വാൽവിൻ്റെ ലിവർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രേ പറയാനുള്ളൂ. കാരണം അത്രയും സിമ്പിളായിട്ടാണ് അത്. അതിൻ്റെ വാൽവിൻ്റെ പൊസിഷൻ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓപ്പൺ ആണോ ക്ലോസ് ആണോ. ഇനി അതുപോലെ തന്നെ CPVC അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ. പിന്നെ അതുപോലെ തന്നെ നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട. അത് ചൂടുവെള്ളത്തിനാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇനി ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചൂടുവെള്ളത്തിനാണ് ഇമ്പോർട്ടൻസ്. കാരണം ഹൈ ചൂടാണ്. സോളാറിൽ നമ്മൾ വെച്ചതിന് ശേഷം, സോളാർ ഹീറ്ററൊക്കെ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഹീറ്റർ വെച്ചതിന് ശേഷം വരുന്ന ആ ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ CPVCയുടെ ബോൾ വാൽവ് തന്നെ യൂസ് ചെയ്യണം. അത് വേറെ ഇത് കണ്ടോ, ഇതിൻ്റെ ആകൃതി തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് CPVCയുടെ നമ്മൾ 3/4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ബോൾ വാൽവ്. അതല്ലാതെ PVCയുടെ നമ്മൾ പരിചയപ്പെട്ടത് 1 ഇഞ്ചാണ് വാൽവാണ് പരിചയപ്പെട്ടത്. ഇതിൻ്റെ ലിവറും ചെറിയ വ്യത്യാസമുണ്ട്. കണ്ടോ, അതിൻ്റെ ലിവറും ചെറിയ വ്യത്യാസമുണ്ട്. ലിവർ എങ്ങനെയാണെങ്കിലും അതിൻ്റെ മാർക്കിങ് കാര്യങ്ങൾ ഓപ്പൺ ക്ലോസ് എന്ന അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആരോ മാർക്ക് നമ്മളിങ്ങനെ താഴേക്കാണ് ഇതിൻ്റെ ലിവർ ഒട്ടിക്കുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ക്ലോസിങ് വരുന്നത്, അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അത് തന്നെ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് ബോൾ വാൽവ് നമ്മൾ എപ്പോഴും ക്രോസ് ചെയ്തിട്ടാണ്, അതായത് എന്തിനും ഒരു ക്രോസ് ചെയ്തിട്ടാണ് ബോൾ വാൽവ് പോകുന്ന പൈപ്പ് പോകുന്ന പൊസിഷനിൽ ക്രോസ് ചെയ്തിട്ടാണ് ഓൾറെഡി വരുന്നതെങ്കിൽ ആ ലിവർ ഈ വാൽവിനെ ക്രോസ് ചെയ്താണ് വരുന്നതെങ്കിൽ ക്ലോസ് ആയിരിക്കും. അതായത് വെള്ളം ഓഫ് ചെയ്തിട്ടേക്കായിരിക്കും. അതല്ല, ഇങ്ങനെ സ്ട്രീം നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഓപ്പൺ ആയിരിക്കും. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വാൽവിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ CPC ആണ് ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നത്. എല്ലാ ബാത്റൂമുകളിലും ബാത്റൂമിൻ്റെ അകത്തെല്ലാം കൺസീൽഡ് ചെയ്യുന്ന CPC ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.